തൃശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ പൊതുജനവുമായി 6 മീറ്റർ അകലം പാലിക്കണമെന്ന് ഹൈക്കോടതി. ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നിരീക്ഷിക്കാൻ 3 അഭിഭാഷക സംഘത്തെയും ഡിവിഷൻ ബെഞ്ച് നിയോഗിച്ചു. വിശ്വാസത്തെക്കാൾ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. നേരത്തെയുള്ള 10 മീറ്റർ അകലം എന്ന നിർദ്ദേശത്തോട് പാറമേക്കാവ് ദേവസ്വം അനുകൂലമായ ഒരു തീരുമാനമല്ല പറഞ്ഞത്, അപ്രായോഗികമെന്നായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? കാവ്യ, ആനയും മേളക്കാരും തമ്മിൽ 50 മീറ്ററെങ്കിലും അകലം വേണം എന്നുള്ളതായിരുന്നു ആദ്യം വനം വകുപ്പിൻ്റെ നിർദ്ദേശം. അതിനെതിരെ വലിയ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടായി. തുടർന്നാണ് സർക്കാർ അക്കാര്യത്തിൽ ഇളവ് നൽകാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഇളവ് നൽകാൻ തയ്യാറാണ് എന്ന കാര്യം കോടതിയെ ഇന്ന് രാവിലെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഡിവിഷൻ ബെഞ്ച് ഒരു സിറ്റിംഗ് പ്രത്യേകമായി നടത്തിയത്. ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാരും പി ഗോപിനാഥും അടങ്ങുന്ന ബെഞ്ച് ഇക്കാര്യത്തിൽ സിറ്റിംഗ് നടത്തി. എന്താണ് സർക്കാരിൻ്റെയും ദേവസ്വങ്ങളുടെയും നിലപാട് എന്ന് ആരാഞ്ഞു. സർക്കാരിൻ്റെ അഭിപ്രായം രേഖാമൂലം സമർപ്പിച്ചു. ദേവസ്വങ്ങൾ പറഞ്ഞ കാര്യം, ഈ 10 മീറ്റർ എന്ന ദൂരപരിധി പോലും അത് അപ്രായോഗികമാണ്, ആളുകൾ അതിലേക്ക് കടന്നു വരും, അപ്പോൾ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, അതിൽ ആളുകളെ നിയന്ത്രിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അമിക്കസ് കുറി ആ വിഷയത്തിൽ ഇടപെട്ട് പറഞ്ഞത് 6 മീറ്ററെങ്കിലും ഈ മേളക്കാരും ആനയും തമ്മിലുള്ള അകലം വേണം എന്നുള്ളതാണ്. അതെല്ലാം കോടതി പരിശോധിച്ചു. അപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം, വിശ്വാസമൊക്കെ ശരി, പക്ഷേ വിശ്വാസത്തെയും മതത്തെയും കാളൊക്കെ പ്രധാനപ്പെട്ട് ജനങ്ങളുടെ ജീവനാണ്, സുരക്ഷിതത്വമാണ്, ആ കാര്യം കോടതിക്ക് പരിഗണിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അന്തിമ തീർപ്പിലേക്ക് പറഞ്ഞത്. കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 6 മീറ്ററിനുള്ളിൽ തീവെട്ടി പാടില്ല, വാദ്യമേളങ്ങളും പാടില്ല എന്നുള്ളതാണ്. അതായത് ഒരു കാരണവശാലും 6 മീറ്ററിനുള്ളിൽ ഒരാളെയും ആനയ്ക്കടുത്തേക്ക് അടുപ്പിക്കില്ല, അത് അനുവദിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. അത് നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം, ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ചാണ്. ആ കാര്യത്തിൽ വിശദമായൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പറഞ്ഞിരുന്നു. ആ റിപ്പോർട്ട് വിശ്വാസയോഗ്യമാണോ എന്ന് പോലും കോടതി സംശയം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആനകളുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചും അവയുടെ സുരക്ഷിതത്വമൊക്കെ സംബന്ധിച്ച് പഠിക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 3 അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത്.